കണ്ണൂർ താഴേക്കോട്ടുമുഖം പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം നാടിന് സമർപ്പിച്ചു. പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. കാണാൻ തോടിനു കുറുകെയുള്ള ചെറിയൊരു പാലമാണ്. പക്ഷേ ഒരു നാടിന് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു അത് യാഥാർത്ഥ്യമാകാൻ. പ്രധാന റോഡും തോടിനക്കരെയുള്ള ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന ചെറിയൊരു നടപ്പാലം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ പോകണമെങ്കിൽ കിലോമീറ്ററുകളധികം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ. UDF ഭരിക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭ പാലത്തിനു വേണ്ടിയുള്ള നാട്ടുകാരുടെ തുടർച്ചയായ മുറവിളി കേട്ടില്ല. കണ്ണൂർ MP കെ സുധാകരന് കൊടുത്ത നിവേദനങ്ങളും വെറുതെയായി. ഒടുവിൽ ജോൺ ബ്രിട്ടാസ് MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചതോടെ 100 കണക്കിന് കുടുംബങ്ങളുടെ നാളുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ജോൺ ബ്രിട്ടാസ് MPയുടെ 2022-23 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ആ നിലയിൽ ഈ പാലം യാഥാർത്ഥ്യമാവുകയും താഴേക്കോട്ടുമുഖം പാലം യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. നമ്മുടെ നാടിന്റെ ഒരു കവാടം തുറന്നു കിട്ടിയിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് MPയോട് എന്നും ഈ നാട്ടുകാർ കടപ്പെട്ടിരിക്കും. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നാടിന്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഇപ്പം രാജ്യസഭ അംഗമാണ്. രാജ്യസഭ അംഗം എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ നാടിനോട് സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹവും കടപ്പാടുമുണ്ട്. നാടിൻ്റെ ഒരു പ്രശ്നം, നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. ശ്രീകണ്ഠപുരം നഗരസഭ കൗൺസിലർ VV ജമുന ചടങ്ങിൽ അധ്യക്ഷയായി. കൗൺസിലർമാരായ KO പ്രദീപൻ, VC രവീന്ദ്രൻ, P മീന, EV തങ്കമണി, വിജിൽ മോഹൻ, സംഘാടക സമിതി കൺവീനർ K ഷൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.